ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം. സിഹിയോൻ മാളിക ലോകത്തിലെ എല്ലാ പള്ളികളുടെയും മാതാവായിട്ടുള്ള പള്ളി, വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന ഇടം, പൗരോഹിത്യം സ്ഥാപിച്ച ഇടം, കർത്താവ് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് വിനയത്തിൻ്റെ മാതൃക നൽകിയ ഇടം, പത്രോസിനോട് നിൻ്റെ പാദങ്ങൾ ഞാൻ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ പക്ഷത്തേക്ക് ശിഷ്യന്മാരെ മാടി വിളിച്ച ഇടം, തൻ്റെ ശരീരരക്തങ്ങൾ നമുക്കായി പകർന്നു നൽകിയ ഇടം, പേടിച്ചരണ്ട് വാതിലടച്ചിരുന്ന ശിഷ്യന്മാരുടെ നടുവിലേക്ക് സമാധാനം ആശംസിച്ചുകൊണ്ട് ഉത്തിതൻ കടന്നു വന്ന ഇടം, ഒരാഴ്ചയ്ക്ക് ശേഷം തോമാസ് ലിഹായ്ക്ക് മുമ്പിൽ കടന്നു വന്ന് മാറിടവും കൈക്കാലുകളും കാണിച്ചു കൊടുത്ത ഇടം, തോമാസ് ലിഹ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തിതിനെ സാക്ഷിച്ച് വിശ്വാസം പ്രഖ്യാപിക്കുന്ന ഇടം, പെന്തക്കോസ്ത തിരുനാൾ ദിനം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ശിഷ്യന്മാരുടെയും മാതാവിൻ്റെയും മുകളിൽ തീനാളങ്ങളായിട്ട് ഇറങ്ങി വന്ന ഇടം, പത്രോസ് ആദ്യമായിട്ട് ഉത്തിതിനെ പ്രഘോഷിച്ച സ്ഥലം, വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ഈറ്റില്ലമാണിവിടെ. സഭ ജനിക്കുന്നത് ഇവിടെയാണ്. അതുകൊണ്ട് തന്നെ അപ്പസ്തോല കാലഘട്ടം തൊട്ട് ഇത് വിശുദ്ധ സ്ഥലമായിട്ട് പരിഗണിച്ചിരുന്നു. 70 ടൈറ്റസും 135 ഹഡ്രിയാനും തകർത്ത് കളഞ്ഞ ഈ സ്ഥലം നവീകരിക്കുന്നത് 4-ാം നൂറ്റാണ്ടിൽ ബിഷപ്പ് യോഹന്നാൻ്റെ നേതൃത്വത്തിൽ വലിയ ഒരു 2 നില ബസലിക്ക പണിതുകൊണ്ടാണ്. ഈ ബസലിക്കയുടെ പേരാണ് വിശുദ്ധ സിയോൻ. അവിടെ നിന്നാണ് മൗണ്ട് സിയോൻ എന്ന് ഈ സ്ഥലത്തിന് പേര് വരുന്നത്. അതിൻ്റെ താഴെ ദാവീദിൻ്റെ കല്ലറ എന്നുള്ള സങ്കല്പം കൊണ്ടുവരുന്നതും ഈ കാലഘട്ടത്തിലാണ്. 614 പേർഷ്യക്കാർ ഇത് നശിപ്പിക്കുന്നു. കുരിശ് യുദ്ധക്കാർ അതിമനോഹരമായിട്ട് ഇതിനെ നവീകരിക്കുന്നു. 2 നില കെട്ടിടം, അതിൻ്റെ മുകളിൽ പെന്തക്കുസ്തായുടെയും വിശുദ്ധ കുർബാനയുടെയും സ്ഥാപന സ്ഥലങ്ങൾ, താഴെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്ന ഇടം, അവിടെ ദാവീദിൻ്റെ കല്ലറ എന്ന് ഓർത്തിരുന്നിടത്ത് ഒരു കൂടാരം പണിയുന്നത് ഈ കാലഘട്ടത്തിലാണ്. 1187 സലദീൻ ഈ ദേവാലയം കീഴടക്കുകയും ഇതിനെ മോസ്കാക്കി മാറ്റുകയും ചെയ്യുന്നു. 1330കളിലാണ് ഇത് ഫ്രാൻസിസ്കൻസിന് ലഭിക്കുന്നത്. അവർ നവീകരിച്ചെങ്കിലും 1551 അവരെ അവിടെ നിന്ന് പുറത്താക്കുന്നു. പിന്നീട് അത് മോസ്കായിട്ട് തുടരുന്നു. 1926 അതിൻ്റെ ചുമരിൽ മിഹ്റാബ് പണിയുന്നതും കാർപ്പറ്റ് ഇട്ടുകൊണ്ട് നിസ്കാരപ്പള്ളിയായിട്ട് മാറ്റുന്നതും. തീർത്ഥാടകർക്ക് ഇവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. തീർത്ഥാടകർ വരുന്നു, കാണുന്നു. ഇന്ന് ഇതിനകത്തേക്ക് പ്രവേശിക്കാം, വിശുദ്ധ കുർബാനയെ ഓർക്കാം. അതിൻ്റെ ഒരു വശത്ത് മിലാനിൽ നിന്ന് സംഭാവന ചെയ്തിട്ടുള്ള സ്വർണം പൂശിയ ഒലിവ് മരമുണ്ട്. ഇതിൻ്റെ താഴോട്ടിറങ്ങിയാൽ ദാവീദിൻ്റെ കബറിടമാണ്. മുകളിൽ പുറത്തേക്ക് ഇറങ്ങിയാൽ സിയോൻ കുന്നിൻ്റെ മുകളിൽ നിന്ന് ജെറുസലേം മുഴുവൻ നോക്കിക്കാണാം. പണ്ട് ഫ്രാൻസിസ്കൻസിൻ്റെ ക്യോസ്ത്രോ തോട്ടമുണ്ടായിരുന്ന സ്ഥലമാണിത്. ഈ സ്ഥലം സിഹിയോൻ മാളിക, മുകളിലത്തെ മുറി, ശിഷ്യന്മാരെ ഒരുമിച്ച് കൂടിയ സ്ഥലം, ക്രിസ്തു അവരുടെ മുമ്പിൽ വിനയത്തിൻ്റെ മാതൃക നൽകിക്കൊണ്ട് പാദങ്ങൾ കഴുകിയ ഇടം, തന്നെ തന്നെ പകുത്തു നൽകിയ ക്രിസ്തുവിനോട് ചേർന്ന് ആ വിശുദ്ധ കുർബാനയായി അവനെ സ്വീകരിച്ചുകൊണ്ട് സ്വയം പകുത്തു നൽകുന്നവരാകുവാൻ, മറ്റുള്ളവർക്ക് അപ്പമായി ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം.